ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്ന പുഷ്പം ഏത്? റോസ്. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. 2018 മാർച്ച് 23 മഹാരാഷ്ട്രയിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഏത്? കരിങ്കല്ല്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്ക. മലിനീകരണം ഏറ്റവും കുറവുള്ള കേരളത്തിലെ നദി ഏത്? കുന്തിപ്പുഴ. ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏതു സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്? തെങ്ങ്. ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹരിതസസ്യങ്ങൾ. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? ഇടുക്കി ജില്ലയിലെ വട്ടവട. കളിമണ്ണ് വ്യവസായ കേന്ദ്രമായ കുണ്ടറ ഏതു ജില്ലയിലാണ്? കൊല്ലം. ബ്രഹ്മഗിരിയിൽ തിരുനെല്ലിക്ക് സമീപമുള്ള പ്രശസ്തമായ പക്ഷി സങ്കേതം ഏത്? പക്ഷിപാതാളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത്? കാക്ക. ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം ഏത്? പശ്ചിമഘട്ടം. കളിമണ്ണിൽ സമൃദ്ധമായുള്ള ലോഹം ഏതാണ്? അലൂമിനിയം. ഏറ്റവും വേഗം വളരുന്ന സസ്യം ഏത്? മുള. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി. സസ്യശാസ്ത്രജ്ഞന്റെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? സിക്കിം. പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഐക്യരാഷ്ട്ര ദശകമായി പ്രഖ്യാപിച്ച ദശകം ഏത്? 2011 മുതൽ 2020 വരെയുള്ള ദശകം. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം ഏത്? മീഥൈൽ ഐസോസയനേറ്റ്. മരതകത്തിൻ്റെ നിറം എന്താണ്? പച്ച. അടുത്തിടെ ടെയിൽ വാലി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭം ഏതാണ്? നെപ്റ്റിസ് ഫിലിറ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ ബി. യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രശസ്തമായത് ഏതു മരത്തിൻ്റെ പേരിലാണ്?
തേക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? എറണാകുളം. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? 33%. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? പറമ്പിക്കുളം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി കേരള സംസ്ഥാന അഗ്നിരക്ഷാ സേന നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. എവിടെ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും യോജിക്കുന്നത്? നീലഗിരി. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരെന്ത്? കാവുകൾ. നീലപ്പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബീച്ചുകളുടെ ഗുണനിലവാരം. ഇന്ത്യയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? കേരളം. സസ്യങ്ങളുടെ ഇലകളിലെ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത്? മഗ്നീഷ്യം. ഓസോൺ പാളിയിൽ വിള്ളൽ വീഴാൻ കാരണമായ പ്രധാന രാസവസ്തു ഏത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ഏത്? 2007. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആര്? S. ശ്രീകല. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു? ജൈവമണ്ഡലം ബയോസ്ഫിയർ. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ സമുദ്രം ഏത്? അറ്റ്ലാന്റിക് സമുദ്രം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത്? എറണാകുളം ജില്ലയിലെ മംഗളവനം. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക മ്യൂസിയം ഏത്? ഗവി മ്യൂസിയം, പത്തനംതിട്ട. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. വിത്തില്ലാത്ത മാവ് ഏതാണ്? സിന്ധു. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ആരോഗ്യ പ്രശ്നത്തിന് കാരണമായ കീടനാശിനി ഏത്? എൻഡോസൾഫാൻ. പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത്? 2012. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കാൻ നിർമ്മിച്ച ഉദ്യാനം ഏത്? ഗിർ ദേശീയോദ്യാനം, ഗുജറാത്ത്. കാർഷിക വിപ്ലവങ്ങളിൽ നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
മത്സ്യ ഉൽപാദനം. പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടനയായ IUCNന്റെ ആസ്ഥാനം എവിടെ? സ്വിറ്റ്സർലാൻഡ്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഗ്രീൻ ക്രോസ് സ്ഥാപിച്ചത് ആര്? മിഖായേൽ ഗോർബച്ചേവ് 1993. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ചെയ്യൂ. IPL മത്സരത്തിൽ പ്രകൃതി സംരക്ഷണ സന്ദേശം നൽകുന്നതിന് ഗോ ഗ്രീൻ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു കളിയിൽ പച്ച ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന ടീം ഏതാണ്?